നേരത്തെ എണീച്ചു, ചായക്ക് വെച്ചു, പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ തന്നെയല്ലേ എന്ന് രാവിലെ നടക്കാം. പക്ഷെ ഇന്ന് വെറൈറ്റി ഉണ്ട്. കാര്യമായിട്ട് ഞാൻ എന്താ പറയല്ലേ, വീഡിയോസിൽ ഇന്നൊന്നുമില്ല, കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല, വെറുതെ ഒരു വീഡിയോ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തോളി അങ്ങനെയൊക്കെ പറയില്ലേ. പക്ഷേ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, ഇന്ന് കാര്യമായിട്ടുണ്ട്, ഫുള്ള് മതിയാർക്ക് കണ്ടോളി. രാവിലെ എണീറ്റ് ചായ ഉണ്ടാക്കിയപ്പോഴാണ് മറ്റൊക്കെ പുറത്ത് പോയി ചായ അടിക്കാനൊരു പൂതി. അപ്പം പിന്നെ നമ്മൾ മാറ്റി വെച്ചില്ല, അപ്പം തന്നെ ഡ്രസ്സ് മാറ്റി ഇറങ്ങി. എവിടേക്കുമല്ല, മത്രയ്ക്ക് നമുക്കൊരു 5 മിനിറ്റ് റൂമിൽ നിന്ന്, അത്രയ്ക്ക് തന്നെ. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി അവിടെ പോയി ചായ അടിക്കാൻ വിചാരിച്ച് നുറുക്കുണ്ടായിരുന്നു, അതും എടുത്ത് ചായ ഫ്ലാസ്കിലാക്കി ഞങ്ങൾ അങ്ങോട്ട് പോയി. അങ്ങനെ നമ്മളവിടെ എത്തി, ചായക്ക് വണ്ടിയിൽ നിന്ന് എടുത്തു. ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് തന്നെ പുറത്ത് എത്ര സമയം നിൽക്കാം, പക്ഷേ അധിക സമയം നിന്നാൽ തണുപ്പടിക്കും. മോർണിംഗൊക്കെ നല്ലൊരു ബ്രൈറ്റ്നെസ് ഉള്ളൊരു വെയിലും അതിൽക്കൂടി നല്ലൊരു തണുപ്പും അടിപൊളിയാണ്. അതിൽക്കൂടി ചായയും പിന്നെന്താ വേണ്ടിയില്ലേ. ഒരു 7 മണി 7 സമയത്താണ് നമ്മളിവിടെ എത്തിയത്. അധികം ആൾക്കാരൊന്നുമില്ല, കുറച്ച് ജോഗിങ് ചെയ്യണവർ, ഇതേപോലെ വന്നിരിക്കുന്നവർ, അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഫുള്ള് ബേഡ്സാണ്. എന്ത് ബേഡ്സാണെന്ന് നമുക്കറിയില്ല, പേരറിയുന്നവർ കമൻറ്റ് ഇടാം. പിന്നെന്താ, നമ്മൾ ചായക്ക് കുടിച്ചതിന് ശേഷം വണ്ടിക്കന്നെ വെച്ചിട്ട് അവിടെ കുറേ നേരം അങ്ങോട്ട് നടന്നു. കുറേ ചരക്ക് കപ്പലുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ നോക്കിയിരുന്നു. പിന്നെ ഒരാൾ മീൻ വലയിടുന്നുണ്ടായിരുന്നു, അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കണ്ടു. പിന്നെ ഈ ബേഡ്സിന് കുറേ പേര് ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്, അപ്പം അതൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ്. മോർണിംഗ് മൈൻഡ് തന്നെ ഒന്ന് ഫുൾ സെറ്റാവും. പിന്നെ തിരിച്ച് നമ്മൾ റൂമിൽ തന്നെ വന്നു. ബാക്കി പണികളൊക്കെ ഉണ്ട്. ഇന്ന് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ട്. ഇത് എഗ്ഗ് ബോയിൽ ചെയ്ത് വെറുതെ ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. എഗ്ഗ് ബോയിൽ ചെയ്യുമ്പം എന്തിനായാലും ഉപ്പിടണമെന്ന് ആർക്കെങ്കിലും അറിയോ? എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഉമ്മ ചെയ്യണത് കണ്ടിട്ടാണ് അങ്ങനെ ചെയ്യണത്. പിന്നെ നമ്മളായിട്ട് ഇത് മുടക്കണ്ടല്ലോ. അപ്പം ഇന്നിൻ്റെ സ്പെഷ്യൽ ബിരിയാണി. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ എന്നും ഉണ്ടാക്കുന്ന രീതി ഇതേപോലെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും. ഞാൻ കുക്കിംഗ് പഠിച്ചതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, കുക്കിംഗ് പഠിക്കല ചാവട്ടെ, യൂട്യൂബിലൊക്കെ നോക്കി ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ കാണും. എന്നിട്ട് അത് കണ്ടിട്ട് എനിക്കൊരു ഐഡിയ കിട്ടൂലേ, ആ ഐഡിയയിലാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കൽ. അതെന്ത് ഫുഡായാലും അങ്ങനെ തന്നെ. ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെ കേൾക്കാറല്ലേ, നമ്മൾ റെഫറൻസൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യണവരാവും. ഇപ്പോൾ അധികം മുന്നൊക്കെ പറഞ്ഞാൽ ഉമ്മമാരൊക്കെ ചെയ്യണ കണ്ടിട്ട് എനിക്ക് അങ്ങനെ കുറച്ച് റെസിപ്പിയൊക്കെ ഉണ്ട് കേട്ടോ, ഉമ്മമാരെ റെസിപ്പി.
പിന്നെന്താ, അപ്പം നമ്മളങ്ങനെ ബോയിൽ ചെയ്ത എഗ്ഗൊക്കെ കഴിച്ച് ബാക്കി പരിപാടിയിലേക്ക്. കുക്കിംഗ് വീഡിയോ പോലെ റെസിപ്പിയൊക്കെ കറക്റ്റ് പറഞ്ഞ് കാണിച്ച് അങ്ങനെയൊന്നും ചെയ്യണില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകണം, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോയിലൊന്നും കാണിക്കണോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇത് എത്ര വട്ടം ഫസ്റ്റ് പറയണമെന്ന് വിചാരിച്ചാലും ഞാനത് വിട്ടു. എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നമ്മളെ ഫാമിലിയിൽ ജോയിൻ ആവുക. അപ്പോൾ ഇന്ന് രാവിലെ ആ ചായ അടിക്കാൻ പോയത് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി പോയത്. ഞാൻ എല്ലാ വെള്ളിയാഴ്ച നടക്കൂലെങ്കിലും ഇടയ്ക്കൊക്കെ നടത്തണം. എൻ്റെ ചിക്കൻ ഫ്രൈയിലായി ഒരു നുള്ളു കളറ് കൂടിപ്പോയി, അത് പോട്ടെ. എന്തായാലും ഫുഡ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എങ്ങനെ ഉണ്ടാക്കല് വെച്ചാൽ സെപ്പറേറ്റ് ചോറാക്കും, അതായത് നെയ്ച്ചോറ് പോലെ ഊറ്റിയെടുക്കാതെ നെയ്ച്ചോറ് ഉണ്ടാക്കൂലേ, അങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നെ ബിരിയാണി മസാല ഗ്രേവിയിൽ ഡയറക്റ്റ് ആ നെയ്ച്ചോറ് ഇടല. അങ്ങനെയാണ് ഞാൻ ബിരിയാണി ആക്കല്. പിന്നെ ഉമ്മക്കാക്കണ വേണ്ടോണോ, അതായത് ചോറ് നമ്മൾ സാധാ ചോറുണ്ടാക്കൂലേ, ഊറ്റിയെടുക്കൂലേ, അങ്ങനെ ഉണ്ടാക്കിക്കണ്ട്. പക്ഷേ ഞാൻ എളുപ്പ വയ്ക്കും കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെയാണ് ചെയ്യല്. അപ്പോൾ ഫുഡ് ഇവിടെ ഏകദേശമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ ദമ്മിൻ്റെ പരിപാടി ഉണ്ടല്ലോ, അതന്നെ ഉള്ളൂ. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഒരു പള്ളിയിലൊക്കെ പോയി ആ പോകുന്ന സമയത്ത് ഞാൻ തൈരൊക്കെ ഉണ്ടാക്കി വെച്ചു. ബിരിയാണിക്ക് അത് വേണമല്ലോ. പിന്നെ അവർ വന്നതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. ഒരു 6:30 6:45 എണീക്കണേ തന്നെ. അപ്പോൾ ചായക്ക് വെച്ചതിന് ശേഷം പാൽക്കപ്പയും മീൻ കറിയും കൊണ്ടുവന്നിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയി വരാം, നല്ല ക്ലൈമറ്റും ഒക്കെ അല്ലേ. അപ്പം ലുലു ഒക്കെ ഒന്ന് കണ്ടുവരാമെന്ന് വിചാരിച്ച് 2 സാധനം വാങ്ങിക്കാനും ഉണ്ടായിരുന്നു. പിന്നെ ബില്ലൊക്കെ ആക്കിയതിന് ശേഷം നമ്മൾ സാധനം അവിടെ കൗണ്ടറിലാക്കിയതിന് ശേഷം മേലെ പോയി.
മേലെ നല്ല ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തൊക്കെ ഒന്ന് പോയി നോക്കിയില്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു സമാധാനം വരിക. നമ്മൾ അവിടുന്ന് തിരിച്ചു എഗെയിൻ വീണ്ടും അത്ര. ഇന്ന് നൈറ്റും പോയിട്ട് അവിടെ പോയി കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഈ വീഡിയോ കുറച്ച് ലെങ്താണ്, പക്ഷേ ഇന്ന് എനിക്ക് നല്ലൊരു ദിവസമായിരുന്നു. അത്യാവശ്യം ഞാൻ എല്ലാതും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരും വരെ സ്റ്റേ ട്യൂൺ. താങ്ക്സ് ഫോർ വാച്ചിങ്.